കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ഭംഗി കണ്ടു. ദുബായ് ഫ്രെയിമിൻ്റെ ഒരു വശം പഴയ ദുബായ് ആണെങ്കിൽ ഒരു വശം പുതിയ ദുബായ് ആണ്. ദുബായിയുടെ 2 തലങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരിടം. മനോഹരമായിരുന്നു അത്. ഇന്ന് നമ്മുടെ യാത്ര മറ്റൊരു ലെവലിലേക്കാണ്. നമ്മളിതാ ട്രാം വഴി മോണോറെയിൽ കയറി ദുബായിയുടെ അഭിമാനമായ അറ്റ്ലാന്റിസ് ദ പാം കാണാൻ പോകുന്നു. ദുബായ് മെട്രോയും ട്രാമുമായി കണക്ട് ചെയ്യുന്ന 1-2 മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. ആ പോയിന്റിൽ ഇറങ്ങിയാൽ ട്രാമിലേക്ക് മാറി കയറാം. ദുബായിൽ ട്രാം വരുന്നത് അൽ സൂഫ്, ജുമൈറ എന്നീ റീജിയനുകളിലായിട്ടാണ്. ഞങ്ങളുടെ ഈ മൊത്തത്തിലുള്ള ദുബായ് യാത്രയിൽ ഞങ്ങളുടെ വഴികാട്ടി ഈ ഒരൊറ്റ മാപ്പായിരുന്നു കേട്ടോ. റെഡ് ലൈനിലുള്ള ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അതിന് തൊട്ടടുത്തുള്ള ട്രാം സ്റ്റേഷനായ ദുബായ് മറീനയിൽ നിന്നും ട്രാം കയറി ഞങ്ങൾ അൽസൂഫ് ഭാഗത്തേക്ക് പോവുകയാണ്. ട്രാമിൽ പോകുന്നത് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. തിരക്ക് പിടിച്ച ആൾക്കാർ ഓടുന്നതിനിടയിൽ നമ്മൾ അവരെയൊക്കെ നിർത്തിക്കൊണ്ട് ട്രെയിനിൽ അങ്ങനെ റോഡിലൂടെ പോവുക. അതും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ട്രാമിൽ പോകുന്നത് അടുത്ത മോണോറെയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പാം ജുമൈറ എന്ന ട്രാം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മോണോറെയിലേക്ക് നടന്നു പോകാവുന്നതാണ്. മെട്രോയിൽ കയറുന്നത് പോലെ തന്നെ ട്രാമിലും കയറുന്നതിന് മുന്നേയും ശേഷവും ഇങ്ങനെയുള്ള മെഷീനുകളിൽ നോൾ കാർഡുകൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ദുബായിയുടെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അറ്റ്ലാന്റിസ് ദ പാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഈന്തപ്പനയുടെ രൂപത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡുകളുടെ, ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ദ പാം എന്ന് പറയുന്നത്. ഈ പാമിന് നടുവിലൂടെയാണ് മോണോറെയിൽ പോകുന്നത്. അവസാനത്തെ സ്റ്റോപ്പാണ് അറ്റ്ലാന്റിസ് ദ പാം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ദുബായ് RTA നോൾ കാർഡ് മോണോറെയിലിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് തന്നെയാണ്. അങ്ങനെ അതും എടുത്ത് ഞങ്ങളിതാ മോണോറെയിൽ കയറിയിട്ടുണ്ട്. മോണോറെയിൽ എന്ന് പറയുന്നത് ഒരൊറ്റ ഭീമിൽ ഇറക്കി വെച്ചതുപോലെ ഒരൊറ്റ റെയിലിൽ യാത്ര ചെയ്യുന്ന ഒരു മെട്രോ, ഒരു ട്രെയിനിനാണ്. അങ്ങനെ മോണോറെയിലിൽ ഈ പാമിൻ്റെ നടുവിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈന്തപ്പനയോലിൻ്റെ രൂപത്തിലുള്ള ഓരോ ഐലൻഡുകളിലേക്കുള്ള ഓരോ വഴിയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ഓരോ റോഡും. ഇവിടെ ഒരുപാട് വില്ലകളും വീടുകളും പ്രൈവറ്റ് സ്പേസുകളും ഉണ്ട്. ഷാറൂഖ് ഖാനൊക്കെ ഇവിടെ ഒരു വില്ല ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ അറ്റ്ലാന്റിസ് ദ പാമിൻ്റെ ഭംഗി ആസ്വദിച്ച് മോണോറെയിലിൽ അറ്റ്ലാന്റിസ് ദ പാമിനടുത്തേക്ക് നീങ്ങുകയാണ്. അറ്റ്ലാന്റിസ് ദ പാം യഥാർത്ഥത്തിൽ ഒരു ലക്ഷറി ഹോട്ടലാണ്. പക്ഷെ ഒരു ഹോട്ടലിനപ്പുറം അവിടെ ഒരു മോള് പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ വേൾഡ്സ് ലാർജസ്റ്റ് വാട്ടർ പാർക്ക് ഉണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പിംഗ്, ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല ലക്ഷറി ആയിട്ടുള്ള പ്രെയർ ഹാളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് നിസ്കരിച്ച് യാത്ര തുടരുകയാണ്.